വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ വടക്കൻ പറവൂർ കോട്ടക്കാവ് ഫൊറോന തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധവാര പരിപാടികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആരാധനാ സമാപനത്തിന് ശേഷം പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി രാത്രി 7-ന് വികാരി ഫാദർ ജോസ് പുതിയടത്ത് അപ്പവും പാലും ആശീർവദിച്ചു നൽകി. സഹവികാരി ഫാദർ സുജിത് കുവേലി സഹകാർമ്മികനായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ യേശുവിൻ്റെ പീഡാനുഭവ വചനഭാഗം വായന തുടങ്ങി. ഈ സമയങ്ങളിൽ ഇടവകയിലെ യുവജനങ്ങൾ പീഡാനുഭവ രംഗങ്ങൾ ദൃശ്യാവതരണത്തിലൂടെ പീഡാനുഭവ സ്മരണ ഉണർത്തിയത് വിശ്വാസികൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഫാദർ ഡിക്സൺ ഒക്കാം വചന സന്ദേശം നൽകി. ജീവിതാന്തസ്സിന്റെ മേഖലയിൽ ചിന്തിക്കട്ടെ. നമ്മുടെ ജീവിതാന്തസ്സിന് ജീവിക്കുവാൻ കഴിയാതെ കുടുംബജീവിതം നയിക്കുന്നവന് ജീവിത പങ്കാളി ഭാര്യ ഭർത്താവ് ബന്ധത്തിന് അപ്പുറത്തേക്കുള്ള ബന്ധത്തിലേക്ക് എത്തി നോക്കുമ്പോൾ യൂദാസിനെ പോലെ അവിടെ ചുംബനങ്ങൾ നടമാവുകയാണ്. അങ്ങനെ ഓരോ ജീവിതാന്തസ്സിനും വൈദിക അന്തസ്സായിക്കൊണ്ട്, സന്യാസ ജീവിതമായിക്കൊണ്ട്, ഏകസ്ഥ ജീവിതമായിക്കൊണ്ട്, ഏത് ജീവിത അന്തസ്സിനും അനുയോജ്യമായ സ്നേഹത്തിന്റെ ചുംബനങ്ങൾക്ക് അപ്പുറത്തായുള്ള ചുംബനങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചിരുന്നെങ്കിൽ യൂദാസിനെ പോലെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന മക്കളായി ഞാൻ നിങ്ങളും അധപതിച്ചു പോകുന്നുവെന്നുകൂടി ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് കുരിശിൽ ചുമന്നു പോകുന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് യേശുവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനവും നടന്നു. വാഹന സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് ഈ പള്ളിയിൽ രാവിലെ വരുന്ന വിശ്വാസികൾ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വീടുകളിലേക്ക് പോയിരുന്നുള്ളൂ. അന്നു മുതൽ ഉച്ചഭക്ഷണം പള്ളിയിൽ നൽകിയിരുന്നു. ഇന്ന് അത് നേർച്ച സദ്യയായി തുടരുന്നു. വികാരി ഫാദർ ജോസ് പുതിയടത്ത് നേർച്ച സദ്യ ആശീർവദിച്ച് വിതരണോദ്ഘാടനം നടത്തി. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. വൈകിട്ട് 4 മണിക്ക് കുരിശിൻ്റെ വഴിയും പറവൂർ കച്ചേരിപ്പടി സെൻറ് ജെർമീൻസ് ദേവാലയം വരെ നഗരി കാണിക്കൽ പ്രദർശനവും നടന്നു. ഫാദർ പോൾ കൈത്തോട്ടുങ്കൽ പ്രസംഗിച്ചു. പ്രദേശത്ത് താമസിക്കുന്ന നമ്മളെല്ലാവരും ഇന്നത്തെ ചൂടും കാലാവസ്ഥയും ഒന്നും വകവയ്ക്കാതെ ഈ സായം സന്ധ്യയിൽ ഒരു വിലാപയാത്രയായി ഈ ദേവാലയത്തിൽ ഈശോയുടെ തിരുശരീരം പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിന് ചുറ്റും അണിനിരക്കുകയാണ്. ക്രൈസ്തവരായ നമുക്കറിയാം, ദുരന്തത്തിൻ്റെ മണവും മരണത്തിൻ്റെ വിലാപവും ചുറ്റുമാഞ്ഞടിക്കുമ്പോഴും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ഈശോ സത്യവും നീതിയും തടവറയ്ക്കുള്ളിൽ കഴിയാനുള്ളതല്ല എന്ന ബോധ്യമുള്ള നമ്മൾ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുമ്പോഴും ഈശോയുടെ മരണം എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയാണെന്ന തിരിച്ചറിവോടുകൂടിയിട്ടാണ് ഈ വിലാപയാത്രയിലും ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുന്നത്. രാത്രി 8-ന് പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ യേശുവിൻ്റെ ശരീരം ഖബറടക്കം നടത്തി. ഫാദർ ജോസ് പുതിയടത്ത് നേതൃത്വം നൽകി. ശേഷം അവിടുത്തെ മൃതശരീരം കുരിശിൽ ഇറക്കി ജോസഫിന്റെ പരിശുദ്ധ അമ്മയുടെ യോഗ്യതയും മറ്റെല്ലാ ദിവസത്തിന്റെ സാന്നിധ്യത്തിൽ ഈശോയുടെ മൃതശരീരം കുരിശിൽ ഇറക്കി അവരെ പങ്കെടുത്തിൽ ചുമന്നറയിൽ സംസ്കരിച്ചതിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ്. അന്ന് സാമൂഹികമായതുകൊണ്ട് രാത്രിയിൽ കൂടി കിടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് പിലാത്തോസിന്റെ അടുത്ത് പോയി അനുവാദം വാങ്ങി അത് സ്വീകരിച്ചത്. അതിൻ്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നമ്മളിവിടെ ഈശോയുടെ അവരുടെ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. അന്ന് കാൽവരിയിൽ യേശുവിൻ്റെ മൃതശരീരം അടക്കം ചെയ്യുന്നതിനെത്തിയ യേശുവിൻ്റെ ശിഷ്യന്മാരും സ്നേഹിതരും സ്വന്തക്കാരുമെല്ലാം പോലെ നമ്മളും ഈ കബറടക്ക ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഒന്നുചേർന്നിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി 11:30-ന് ഈസ്റ്ററിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. വിശുദ്ധവാര ജനറൽ കൺവീനർ ബെൻസി ചിയേടത്ത് സിറ്റി വോയിസിനോട് സംസാരിച്ചു. പറവൂർ സെൻറ് തോമസ് കോട്ടക്കാവ് പള്ളിയിലെ വിശുദ്ധവാര പരിപാടികളിലേക്ക് എന്നെ കൺവീനറായി തിരഞ്ഞെടുത്തതിൽ ഒരു നിയോഗമായി ഞാനത് കാണുന്നു. എൻ്റെ കൂടെ ജോസ് മുട്ടൻതോട്ടിൽ, ജിജു പാലക്കിലും ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് യുവജനങ്ങൾ എന്നോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ചു. ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചു.
എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഈ പരിപാടി വളരെയധികം വിജയത്തിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ നേർച്ചസദ്യയും വളരെയധികം ഭംഗിയായി നടന്നു. ഒരുപാട് ജനങ്ങൾ അതിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടി വളരെയധികം വിജയമാക്കി തീർക്കാൻ പൂർണ്ണ സഹകരണം വികാരി അച്ഛനും കൊച്ചച്ഛനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും വളരെയധികം ആത്മാർത്ഥമായി ഇതിൽ സഹകരിച്ചു. അതുപോലെ തന്നെ ഇടവകാംഗങ്ങളും എല്ലാവരും ഇതിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ഇത്രയും വിജയമാക്കി തീർക്കാൻ സാധിച്ചത്. അതിൻ്റെ പേരിൽ എല്ലാവരോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.